രാധയുടെ ജനനം. ഓം നമോ ഭഗവതേ വാസുദേവായ. കൊച്ചുമക്കളെ, ഇന്ന് രാധയുടെ കഥ പറയാം. രാധ ആരാണെന്നറിയണ്ടേ? പണ്ട് നൃഗൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. ഈ നഗരാജാവിന്റെ പുത്രനാണ് സുചന്ദ്രൻ എന്ന രാജാവ്. സുചന്ദ്രൻ സൽസ്വഭാവിയും സുമുഖനും ആയിരുന്നു. എല്ലാവരെയും സ്നേഹിച്ച് നല്ല രീതിയിൽ നാടു ഭരിച്ചത് എന്നതുകൊണ്ട് സുചന്ദ്രനെ എല്ലാവരും ചക്രവർത്തിയായി കണ്ടു. അത്രയ്ക്കും ഇഷ്ടമാണ് എല്ലാവർക്കും. നഗരാജന്റെ മാനസപുത്രിയാണ് കലാവതി. മാനസപുത്രി എന്നു പറഞ്ഞാൽ മനസ്സുകൊണ്ട് മകളായി കരുതുന്നവൾ. കലാവതിയെ സുചന്ദ്രന് കല്യാണം കഴിച്ചു കൊടുത്തു. അവർ സന്തോഷത്തോടെ കുറേ വർഷം ജീവിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കലാവതിയും സുചന്ദ്രനും ഗോമതീ തീരത്ത് താമസമാക്കി. സുചന്ദ്രൻ അവിടെ നിന്ന് ബ്രഹ്മദേവനെ തപസ്സു ചെയ്യാൻ തുടങ്ങി. വളരെ കാലം തപസ്സു ചെയ്തപ്പോൾ ബ്രഹ്മദേവൻ പ്രത്യക്ഷനായി. ഇവർക്ക് വരം നൽകാൻ വേണ്ടി ബ്രഹ്മദേവൻ വന്നു. എന്തു വരം വേണമെന്ന് ചോദിച്ചപ്പോൾ ദിവ്യമായ മുക്തി കിട്ടാനുള്ള വരം വേണമെന്ന് സുചന്ദ്രൻ പറഞ്ഞു. ബ്രഹ്മാവ് വരം നൽകാൻ തുടങ്ങിയപ്പോൾ കലാവതി ഇങ്ങനെ പറഞ്ഞു: സ്ത്രീകൾക്ക് പതിയാണ് ദൈവം. അങ്ങ് ഇദ്ദേഹത്തിന് മുക്തി നൽകിയാൽ അതെങ്ങനെ ശരിയാവും? ഇദ്ദേഹം മോക്ഷം പോയാൽ പിന്നെ എനിക്ക് എന്താണൊരു ഗതിയുള്ളത്? ഞാൻ സ്വാധിയായൊരു സ്ത്രീയാണ്. ഇദ്ദേഹത്തിന് മോക്ഷം കൊടുത്താൽ ഞാൻ അങ്ങയെ ശപിച്ച് ഞാനും എൻ്റെ ജീവൻ കളയും. ഇത് കേട്ടപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു: ശപിക്കല്ലേ, എനിക്ക് പേടിയാവുന്നുണ്ട്. എങ്കിലും എൻ്റെ വരം വെറുതെ ആവാൻ പാടില്ല. അതുകൊണ്ട് നീയും നിന്റെ പ്രാണപതിയോടൊപ്പം സ്വർഗത്തിൽ പോയി ജീവിക്കുക. പിന്നീട് കുറെ കാലം കഴിഞ്ഞാൽ ഭാരതദേശത്തിൽ ഗംഗയുടെയും യമുനയുടെയും മധ്യതീര ഭൂമിയിൽ നിങ്ങൾ വീണ്ടും ജനിക്കും. പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ രാധിക എന്നു പേരുള്ള ഒരു പുത്രി നിങ്ങൾക്ക് ജനിക്കും. ആ പുത്രിയെ കൊണ്ട് നിങ്ങൾക്ക് നല്ല സന്തോഷവും സുഖവും ഉണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് മോക്ഷം കിട്ടും എന്ന് പറഞ്ഞു ബ്രഹ്മാവ് പോയി മറഞ്ഞു. ഏറെക്കാലം കഴിഞ്ഞപ്പോൾ ഫലന്തൻ എന്ന ഗോപന്റെ കന്യകയായിട്ട് കലാവതി യജ്ഞകുണ്ഡത്തിൽ, അതായത് അഗ്നികുണ്ഡത്തിൽ നിന്ന് അതിസുന്ദരിയായ കന്യകയായി ഉയർന്നു വന്നു. ചന്ദ്രഭാനു എന്ന ഗോപന് കാമദേവനെ പോലെ അഴകുള്ള ഒരു മകൻ ജനിച്ചു. ആ മകന്റെ പേരാണ് വൃഷഭാനു. വൃഷഭാനുവിന്റെ ഗ്രാമത്തിന്റെ പേരാണ് ബർസാന. ബർസാനയും ഗോകുലവും അടുത്തടുത്ത ഗ്രാമങ്ങളാണ്. വൃഷഭാനു ബർസാനയുടെ മുഖ്യനും നന്ദഗോപർ ഗോകുലത്തിലെ മുഖ്യനും ആണ്. ഇവർ രണ്ടുപേരും വലിയ ചങ്ങാതിമാരാണ്. ഫലന്തന്റെ മകളുടെ പേരാണ് കീർത്തി. വൃഷഭാനുവിനും കീർത്തിക്കും കഴിഞ്ഞ കാലത്തിന്റെ ഓർമ്മകൾ കുറേശ്ശെ ഉണ്ട്. നന്ദഗോപർ മുന്നിട്ടു നിന്ന് വൃഷഭാനുവിന്റെയും കീർത്തിയുടെയും വിവാഹം ചെയ്തു കൊടുത്തു. വിവാഹം കഴിഞ്ഞ് കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കീർത്തിക്ക് ഒരു കുഞ്ഞുണ്ടായത്. ആ കുഞ്ഞിന്റെ പേരാണ് രാധിക. നമ്മൾ രാധ എന്ന് പറയുന്നില്ലേ അവർ. ഇപ്പോൾ മനസ്സിലായോ രാധയുടെ അച്ഛനും അമ്മയും ആരാണെന്ന്? കഥ ഇഷ്ടമായോ മക്കളെ? സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. സർവം കൃഷ്ണാർപ്പണം.